തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും എല്ലാ ദിവസവും നമ്മളെ കർത്താവിൽ കണ്ടുമുട്ടുന്നത് ഒരു ഭയങ്കരമായ ദൈവാനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളിത് ഈ ശുശ്രൂഷ മുടങ്ങാതെ കൂടുന്നതിൽ സന്തോഷമുണ്ട്. കാര്യം ദൈവാനുഗ്രഹത്തിൻ്റെ തുടർച്ചയാണത്. അതിൽ ഗ്യാപ്പ് വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പ്രെയർ. ഏറ്റു പ്രാർത്ഥിക്കുക. പ്രത്യക്ഷീണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയുക. നിങ്ങളുടെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ശുശ്രൂഷ തന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ പറയണം നിയോഗം. മാലാവത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും നിങ്ങളുടെ കൂടെ സാന്നിധ്യം നൽകുകയും ചെയ്യാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളണേ, കർത്താവിൻ്റെ തിരുസന്നിധി വരുമ്പോൾ എല്ലാം പരിഹരിക്കുന്നതിന് മുമ്പിലാണ് നിൽക്കുന്നതിനുള്ള ബോധമാണ് നമ്മുടെ സന്തോഷം. കർത്താവെ, ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായിട്ടാണ് എഴുന്നേറ്റ് വരണത്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസന്നിധി മാധ്യസ്ഥയിലെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ശരണം വെക്കുന്നത്. കർത്താവെ, നിന്നെ ശരണം വെക്കുന്ന അങ്ങയുടെ മക്കളോട് നീ കൃപ തോന്നണം. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അത് നിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ്. നിൻ്റെ കൃപ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് നിന്നിൽ പ്രസാദിച്ചതാണ് ഞങ്ങളുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാളിതുവരെ ഞങ്ങളെ സന്ധിച്ചതിന് നന്ദി പറയുന്നു. ഇനിയുള്ള ഈ ദിവസത്തിന് ദിവസം അതാതിൻ്റെയുള്ള ഉത്കണ്ഠകൾ മതിയെന്നങ്ങ് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയെ മുഖേന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലതരത്തിൽ ഉത്കണ്ഠകളുണ്ട്. തലമുടി കൊഴിഞ്ഞു പോകുന്നവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അവരുടെ മുഖം അപ്പം തന്നെ മാറും.
അപ്പം അതുപോലെ തന്നെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവർക്ക് അതെല്ലാം വലുതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും പീഡകളും ഞെരുക്കങ്ങളും ഉത്കണ്ഠകളും കർത്താവേ, നിൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കിയത് നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം കർത്താവേ നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൃപാസന അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന എല്ലാ മക്കളും അടിപ്പണ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കട്ടെ. കർത്താവിന് മുഴുക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. കർത്താവിന് തിരുവിലാവിൽ ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ ചിന്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ സകലവിധ പാപങ്ങളും സകലവിധ ഭാരങ്ങളും യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. കർത്താവെ, അന്ധന് കാഴ്ച നൽകുവനെ, ക്ഷേടന് കേൾവി നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോത്സവപ്പെടുത്തവനെ, തലവാരൂസപ്പെടുത്തവനെ, മരിച്ചു ഉയർപ്പിച്ചവനെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ യാത്രകളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, സന്ദർശിക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന സംഭാഷണ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷം, ഇത് നമ്മൾക്കറിയാം. ഇന്ന് ആൾക്കാരൊക്കെ ഇതിനെ വിളിക്കുന്നത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി അവർ ഡെയിലി ബ്രെഡ് എന്നാണ്. വലിയ രസമുള്ള പേരാണ്. കർത്താവ് ഈ ശുശ്രൂഷ ആരംഭിച്ച ദിവസം തന്നെ തന്ന പേരാണ്. ഡെയിലി ബ്രെഡ് എന്ന് നേരെ ഒത്തിരി പങ്ക്തികളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഇതിൻ്റെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സുവിശേഷം വായിക്കാൻ പോകുന്നത്. 12:50 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-50 വാക്യം വായിക്കാം. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പോഴേ ഈ ഞെരുക്കമൊക്കെ വന്നാലേ അത് സ്നാനമായിട്ട് സ്വീകരിക്കണം എന്നാ പറയണ. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേര് എന്താ ചില രാജ്യങ്ങളൊക്കെ വിളിക്കണത് എന്താണ്? എൻഗ്രേസ്മെൻ്റ് എന്നാണ്. എൻഗ്രേസ്മെൻറ്റ്. ചിലർ പറയും ക്രിസ്ത്യനൈസ് എന്ന് പറയും. ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിന് ക്രിസ്ത്യനൈസിങ് എന്ന് പറയും. ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിന് എൻഗ്രേസ്മെൻ്റ് എന്ന് പറയും. ബാപ്റ്റിസമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്ത്യനൈസിങ് ആയാലും ബാപ്റ്റിസം ആയാലും എൻഗ്രേസ്മെൻ്റ് ആയാലും നടക്കുന്ന സംഭവം എന്താണ്? നമ്മളെ കൃപയാൽ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു ജഡികമായ സന്തോഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലല്ല. പിന്നെ എന്താണ്? ഞെരുക്കങ്ങളിലാണ്. കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ഞെരുക്കമെന്നല്ല. പിന്നെ നമ്മളെന്തിനാണ് ഞെരുക്കമെന്ന് വിളിക്കണേ? കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ഞെരുക്കമെന്നല്ല. പിന്നെ നമ്മളെന്തിനാ അതിനെ ഞെരുക്കമെന്ന് വിളിക്കണത്? കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ജ്ഞാനസ്ഥാനമെന്നാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓരോ ഞെരുക്കങ്ങളും സാമ്പത്തികമാകാം, ശാരീരികമാകാം, മറ്റ് വ്യക്തികളുള്ള മാനസിക പീഡനമാകാം, വാട്ട് കൈൻഡ് ഓഫ് ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ്, അതെല്ലാം ഇറ്റ്സ് ഈക്വൽ ടു ബാപ്റ്റിസം. അതെല്ലാം കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഞെരുക്കങ്ങൾ ജ്ഞാനസ്ഥാനം തുടർച്ചയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എൻഗ്രേസ്മെൻ്റ് തുടർച്ചയാണ്. എന്ന് വെച്ചാൽ കൃപാവർഷത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഓരോ സങ്കടം വരുമ്പോഴും ഇതെനിക്ക് ഞെരുക്കമാണെന്ന് പറയരുത്. ഞാൻ ജ്ഞാനസ്ഥാനത്തിൽ പെട്ടിരിക്കുന്നു, കർത്താവിനെ എൻഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നന്ദിയോടെയാണ് ക്ലേശങ്ങൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.